Hi, welcome to Nisha Streams. ഇന്ന് ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഐബ്രോ ട്രിമ്മർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി പേര് പറഞ്ഞിരുന്നു അതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാം, വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു അതിൻ്റെ റിവ്യൂ എങ്ങനെയാണ് കാണിക്കണം, പിന്നെ അതിൻ്റെ കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് കുറേ കമൻറ്റ്സും വന്നിരുന്നു. അപ്പം അത് എന്താണ് എന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഐബ്രോ ട്രിമ്മർ. ഞാൻ മേടിച്ചേക്കുന്നത് ജി പാസിന്റെ ഐബ്രോ ട്രിമ്മറാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. ഇപ്പം ഞാനിതിപ്പം ആമസോണിൽ നോക്കുമ്പോൾ തന്നെ അതിപ്പം amazon.ai എന്നാണ് ഞാൻ മേടിച്ചത്. ആമസോൺ ഇന്ത്യയിലും കിട്ടും. ഇപ്പം amazon.in ഉണ്ട്, amazon.ai ഉണ്ട്. പല ബ്രാൻഡുകളുണ്ട്. നമ്മൾ ഐബ്രോ ട്രിമ്മർ എന്നും പറഞ്ഞിട്ട് നോക്കിയാൽ തന്നെ, ഞാനിപ്പോൾ അങ്ങനെ ഇന്ന ബ്രാൻഡെന്നും പറഞ്ഞ് സെർച്ച് ചെയ്തൊന്നുമല്ല, ജസ്റ്റ് ഐബ്രോ ട്രിമ്മർ എന്നും പറഞ്ഞൊന്ന് സെർച്ച് ചെയ്തേ ഉള്ളൂ. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഇങ്ങനെ പല റേഞ്ചുകൾ, പല പ്രൈസ് റേഞ്ചുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ജി പാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ UAE-ലാണെങ്കിൽ ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. 10 ദിറം തൊട്ട് അത് പല വിലകളിലുണ്ട്. ഇപ്പം നാട്ടിലാണെങ്കിൽ അതൊരു 300-400 രൂപ തൊട്ട് പല വിലകളിലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നാട്ടിലത്തെ amazon.ഇന്ത്യയിലുള്ളതും ഒരുവിധം നല്ലതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നാട്ടിൽ നിന്ന് മേടിക്കേണ്ടവർക്കുള്ളതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഐബ്രോ ട്രിമ്മർ ആ നാട്ടിലുള്ളവർക്ക് മേടിക്കാനായിട്ടുള്ള ലിങ്കിലും ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ അതിലോട്ട് എത്താൻ പറ്റും. ഇതിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം, ഇവിടുന്ന് മേടിച്ചതിൻ്റെ. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഉള്ളത് ഞാൻ കൊടുത്തേക്കാം. അപ്പം ഇതിന്റെ വില ഞാൻ പറഞ്ഞല്ലോ 35 ദിറമാണ്. അത് 10 ദിറം തൊട്ടുണ്ട്. ഇതിനിപ്പോൾ കുറേ പേര് കമന്റ് ചോദിച്ചിരുന്നു ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന്. ഇതിന് ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല. കാരണം അതിപ്പോൾ 10 ദിറത്തിന് ഞാനൊക്കെ നോക്കിയപ്പോൾ അതിന് 10 ദിറം കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ പിന്നെ ഒരു 10 ദിറം ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ വില കുറവുള്ള നമ്മൾ ഒരു പരിചയമില്ലാത്തൊരു കമ്പനി മേടിച്ച് പിന്നെ അതിനൊരു 10 ദിറം ഷിപ്പിംഗ് ചാർജും കൊടുത്ത്, ഷിപ്പിംഗ് ചാർജിന് ഡെലിവറി ചാർജ് കൊടുത്ത് എക്സ്ട്രാ മേടിച്ച് നമ്മൾ അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ചൊരു ഇതാകുമ്പോൾ 1 ഇയർ വാറണ്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ജി പാസ് പറഞ്ഞാൽ ഒരുവിധം ഒരു നല്ല കമ്പനിയാണ്, വലിയ കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. അപ്പോൾ വലിയ ഐബ്രോ ട്രിമ്മർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മേടിക്കുമ്പം കുറച്ചൊന്ന് അറിയാവുന്ന മേടിക്കേണ്ട പുരിയും കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പാടില്ല. പിന്നെ ഞാനൊരു പറഞ്ഞോട്ടെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പം ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തേക്കാം. എല്ലാവർക്കും അറിഞ്ഞിരിക്കാമല്ലോ എങ്ങനെ. എന്നെപ്പോലെ തന്നെ ഇത് മിക്ക പേരും ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടാവത്തില്ല. ഞാൻ ഏതായാലും ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും ഒന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വീഡിയോ ആയിട്ട് അങ്ങ് എടുത്തേക്കാം. ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ഇതിപ്പോൾ ശരിയാവോ, കറക്റ്റ് ആവോ ഇല്ലയോ, കുളവാവോ എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. കുളവായാലും ഞാൻ ഈ വീഡിയോ ഇടും കേട്ടോ. റിവ്യൂ ചെയ്യുമ്പം നമുക്ക് നല്ലതായാലും ചീത്തയായാലും എൻ്റെ ഐബ്രോ കുളവായാലും വീഡിയോ ഇടണമല്ലോ. ഒരു ഐബ്രോ കുളവായാൽ എന്ത് ചെയ്യും എന്ന് അറിഞ്ഞുകൂടാ. നോക്കാം, എന്തെങ്കിലും ചെയ്യാം. ഐബ്രോ എനിക്ക് വരച്ച് വെക്കുന്നൊന്നും പിന്നെ എൻ്റെ ഇഷ്ടമല്ല, ഞാനങ്ങനെ വരയ്ക്കാറില്ല. ഇപ്പം എൻ്റെ ഐബ്രോ കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഐബ്രോ ആയിരുന്നു. പക്ഷെ ഇപ്പം അതങ്ങനെ വലുതായിട്ടൊന്നും വളരുന്നില്ല. കണ്ണാടി മാറ്റി കാണിച്ചു തരാം. ഇപ്പൊ കുറച്ചൊന്ന് മെലിഞ്ഞിരിക്കുകയാണ്, നല്ല തിക്കായിട്ട്. ഇപ്പോൾ ഓരോരുത്തർ നമ്മളിപ്പോൾ പാർലറിൽ പോകുമ്പോൾ ഓരോരുത്തർ ഷേപ്പ് ചെയ്യുന്നതനുസരിച്ച് അതിങ്ങനെ ചെറുതായിക്കോട്ടെ. നമ്മൾ എത്ര പറഞ്ഞാലും ചിലർ ഭയങ്കരമായിട്ട് ഷേപ്പ് ചെയ്യും. ഐബ്രോ ഷേപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ട്രിമ്മർ മേടിച്ച കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ മീനാക്ഷിയുടെ കല്യാണത്തിന് ഷേപ്പ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു പോയി. മീനാക്ഷിയുടെ കല്യാണം അല്ല കഴിഞ്ഞത്, എൻഗേജ്മെൻറ്റാണ് കഴിഞ്ഞത്. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു, അയ്യോ മീനാക്ഷിയുടെ കല്യാണം കഴിഞ്ഞോ, വീഡിയോ കണ്ടില്ലല്ലോ. എൻഗേജ്മെൻറ്റേ കഴിഞ്ഞുള്ളൂ കേട്ടോ. ഞാൻ സാധാരണ ഓരോ മണ്ടത്തരങ്ങൾ പറയുന്നത് പോലെ അറിയാതെ വായത് കല്യാണം എന്ന് വന്നതാണ്. എൻഗേജ്മെൻറ്റാണ് കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും കല്യാണത്തിൻ്റെ വീഡിയോ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. എൻഗേജ്മെൻറ്റ് ഹൈലൈറ്റ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാം നിഷ സ്പൈസസ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അതിൻ്റെ ലിങ്ക് അതെപ്പോഴും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ചോദിക്കുന്നത് എല്ലാവരും അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാനപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം രാവിലെ ഞാൻ എൻ്റെ മീനാക്ഷിയുടെ എൻഗേജ്മെൻറ്റ് ഹൈലൈറ്റ്സ് ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് ഇട്ടായിരുന്നു. എല്ലാവരും ഇന്ന് ചോദിച്ചപ്പോഴാണ് ഓർത്ത്, അയ്യോ ഞാൻ അതിൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടില്ലല്ലോ എങ്ങും. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഹൈലൈറ്റ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തില്ല. ഫോട്ടോസ് ഞാൻ യൂട്യൂബിൽ തന്നെ നേരത്തെ ഫോണിലെടുത്ത ഫോട്ടോസൊക്കെ നേരത്തെ തന്നെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അധികം മനസ്സിൽ നീട്ടാതെ റിവ്യൂവിലോട്ട് കിടക്കാം. ജി പാസിൻ്റെ ഐബ്രോ ട്രിമ്മർ എങ്ങനെയാണ് എന്ന് തുറന്ന് കാണിക്കാം. ഇതിൻ്റെ വെളിയിൽ കണ്ടോ, ഇതാണ് ബോക്സ്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് പ്രിസിഷൻ ടിപ്പ്, ബിൽറ്റ് ഇൻ ലൈറ്റ്, കംഫർട്ടബിൾ ഹോൾഡ്, പെർഫെക്റ്റ് ഫോർ ഐബ്രോസ്. ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് തുറന്ന് നോക്കിയാൽ അറിയാം. ഞാൻ ചാർജ് ചെയ്യണം കേട്ടോ. ഞാനിത് ചാർജ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് അന്ന് എനിക്ക് കാണിക്കാൻ പറ്റാഞ്ഞത്. ഒരു ചാർജിങ് വയറൊക്കെ ഇതേപോലെ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ ഒരു USB കേബിൾ കൂടെയുണ്ട്. ഇത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന കണക്ടർ ഇല്ലേ, അതിലോട്ട് കണക്ട് ചെയ്യണം. ഇത് ഈ ഐബ്രോ ട്രിമ്മറിലോട്ടും കണക്ട് ചെയ്യണം. ഇതിന്റെ ഇവിടെ വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യണം. ഇങ്ങനെ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ കൂടെ തന്നെ ഒരു ബ്രഷും ഉണ്ട്. ഇങ്ങനെ ഒരു കുട്ടി ബ്രഷും ഉണ്ട്. ഒരു ബുക്കിനകത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന വായിക്കണമെങ്കിൽ എനിക്ക് കണ്ണാടി വെക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചായിരുന്നു. സർക്കുലർ മോഷനിൽ യൂസ് ചെയ്യണം. പിന്നെ ഇവിടെ ക്രീം ഒന്നും പാടില്ല, വെറ്റ് ആയിരിക്കും. നല്ല ഡ്രൈ ആയിട്ടുള്ള സർഫസ്, ക്രീം ഒന്നും ഇല്ലാത്ത സർഫസിൽ സർക്കുലർ മോഷനിൽ യൂസ് ചെയ്യണം, അത്ര എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ പെൻ തുറക്കുന്നത് പോലെ ഞാനിതിന്റെ ക്യാപ്പ് തുറന്നിട്ടുണ്ട്. എന്നാലും യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടെൻഷൻ, എലി പറിച്ചതുപോലെ ആയി പോകുമോ എന്നൊരു പേടി. വേദന എടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ മെയിൻ കൺസേൺ. വേദന സഹിക്കാൻ എനിക്ക് കുറച്ച് പാടാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അപ്പർ ലിപ്സ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ പാർലറിലിരുന്ന് കണ്ണിക്കൂടൊക്കെ സ്ഥിരം വെള്ളം വരുന്നതാണ്. ഇവിടെ ഒരു ബട്ടൺ, ഒരു സ്വിച്ച് ഉണ്ട് ഈ ഭാഗത്തായിട്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ശരിക്കും ഒരു പെൻ പോലെ. ഒരു കാണാൻ ശരിക്കും ഒരു സ്റ്റൈലിഷ് ഒരു പെന്നാണ്. G-Pass ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനൊരു പെൻ കാണാൻ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഇത് ചാർജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. യാത്രക്കൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ നല്ല സുഖമാണ്. പെട്ടെന്ന് വളരുന്നവർക്കൊക്കെ യാത്രകൾക്കൊക്കെ കൊണ്ടു നടക്കാൻ നല്ലതാണ് ഇങ്ങനൊരു സംഭവം. ഈ പെന്റെ സാധാരണ പേനകളിലൊക്കെ ക്യാപ്പ് തുറക്കുന്ന പോലെ തുറന്നു. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. താഴെ ഇങ്ങനൊരു നിബ്ബ് പോലുള്ള സാധനമുണ്ട്. ഇതാണ് എൻ്റെ ഐബ്രോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടില്ലേ, കുറച്ചൊക്കെ അടിയിൽ വളർന്നിരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സൂം ചെയ്തൊരു ക്ലോസപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് ഞാനത് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇനി എന്താണ്ട് ഇതിന്റെ താഴെയുള്ള ഈ പെന്നിന്റെ ഇവിടെയായിട്ട് ഇങ്ങനൊരു ബട്ടൺ ഉണ്ട്. ഇത് ഓൺ ആക്കുകയാണേ. ജസ്റ്റ് പ്രസ് ചെയ്തു. അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലൈറ്റ് കത്തും. ഒരൊച്ച കേട്ടല്ലോ, ട്രെന്നൊരു ഒച്ച സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ കൈ വെച്ച്, നമ്മള് ത്രെഡ് വെച്ചിട്ട് പാർലറിൽ പോയി ചെയ്യുമ്പോൾ അവരിങ്ങനെ വലിച്ചു പിടിക്കാൻ പറയത്തില്ലേ, അതേപോലെ തന്നെ ഞാൻ വലിച്ചു പിടിക്കുകയാണ്. സർക്കുലർ മോഷനിൽ ഞാനൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കിന്നിൽ ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഒട്ടും വേദനയൊന്നും എടുക്കുന്നില്ല. മുടി വല്ലതും പോകുന്നുണ്ടോ എന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഫുൾ ചെയ്ത് കഴിഞ്ഞ് നോക്കാം. എനിക്കിത് കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലിയർ അല്ല. മുടിയൊക്കെ വന്നല്ലേ അടിയിലത്തെ? ഞാൻ വിചാരിച്ചു ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. എന്താ അടിയിലത്തെ മുടിയൊക്കെ വന്നല്ലോ കുറെ. വേദന എന്ന് പറഞ്ഞൊരു ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഇല്ല. സീരിയസ് ആയിട്ടും അറിയുന്നത് പോലും ഇല്ല മുടി വരുന്നതായിട്ട്. അതാണ് എനിക്കൊന്നും മനസ്സിലാകാത്ത. ഒരു മുടി നമുക്കൊന്നും സംഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു പേന വെച്ച് ഇങ്ങനെ വരച്ചോണ്ടിരിക്കത്തില്ല, അതേപോലെ ഒരു ഫീലിംഗേ ഉള്ളൂ. ഞാനെന്തോ ഒരു പേന വെച്ച് ഇങ്ങനെ വരയ്ക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. മുകളില് ചെയ്യാം. ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സ്പേർട്ടായെന്ന് തോന്നി. ഈ സൈഡ് വലിയ കുഴപ്പമില്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. മുരളിയേട്ടൻ ഇവിടെ ബാക്കി വന്ന് നിൽപ്പുണ്ട്. ഞാനിവിടെ എന്താ ചെയ്യുന്നത് നോക്കാനായിട്ട്. സാധനം കൊള്ളാം കേട്ടോ. എങ്ങനെയുണ്ട്? ഇതിന്റെ ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. സർക്കുലർ മോഷനിലെ കാട്ടിലും എന്റെ ഐബ്രോസിന് ഓപ്പോസിറ്റ്, സർക്കുലർ മോഷനിൽ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് വന്നത്, ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്
പ്ലക്കായി വന്നത്. കണ്ടല്ലോ, നല്ല രസമായിട്ട് വന്നിട്ടില്ലേ? ഒരു ഡ്രോപ്പ്, ഒരു സൂചി കുത്തുന്ന വേദന പോലും ഇല്ല കേട്ടോ. അത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു ഒറ്റ വേദന ഇല്ല. സംഭവം കൊള്ളാം, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. വേദന ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ ഏറ്റവും ഒന്നാമത്തെ പ്ലസ് പോയിന്റ്. സാധാരണ എനിക്ക് ഐബ്രോസിന്റെ അപ്പർ ലിപ്പിന്റെ ഒന്നും വേദന എന്ന് പറഞ്ഞാല് ഞാൻ എന്നിട്ട് വിചാരിക്കും എന്തൊരു കഷ്ടമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ശരിക്കും എടുക്കാതിരിക്കാനും പറ്റത്തില്ലോ, ഇത്രയും വേദന സഹിക്കുന്നതെന്നൊക്കെ. ഞാനിത് നന്ദുവിനും ഒക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു, നന്ദുവൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. നന്ദു പറയോ, ഞാനിതൊന്നും ചെയ്യത്തില്ല അമ്മ, ഇതൊക്കെ സഹിച്ച് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു. ഈ അപ്പർ ലിപ്പും ഐബ്രോസും ഒക്കെ ഇത്രയും വേദന സഹിച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാലും ഞാൻ സർക്കുലർ മോഷനിൽ ചെയ്തതിനെക്കാട്ടിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇപ്പൊ ഇങ്ങോട്ടല്ല ഐബ്രോസ് വളരുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ചെയ്തു. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പ്ലക്കായി പറഞ്ഞു വന്നത്. അങ്ങനെയാണ് ഞാനിത് രണ്ടും ഈസി ആയിട്ട് പറിച്ചെടുത്തത്. ഇവരെഴുതിയേക്കുന്ന സർക്കുലർ മോഷനിൽ ചെയ്യണം എന്നാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് അപ്പർ ലിപ്പ് ചെയ്യാം. അപ്പർ ലിപ്പ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണാടി വെച്ചു, എനിക്ക് തന്നെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണണമല്ലോ. ഫുൾ ഇതേണ്ട നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വേദന ഇല്ലാതെ മുടിയെല്ലാം കളഞ്ഞപ്പം എന്തൊരു സുഖം. അപ്പം ഞാനിത് 100% റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ഉഗ്രൻ സംഭവമാണ് കേട്ടോ. ഒരു വേദനയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പർ ലിപ്പും ഐബ്രോസും എല്ലാം നമുക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചാർജ് ചെയ്താൽ മതി, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പാർലറിൽ പോവാതെ തന്നെ. അപ്പൊ ഈ സമയത്ത് ഇപ്പം ഈ കോവിഡ് സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും പുറത്തു പോകാനും പാർലറിൽ പോകാനും ഒക്കെ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ. അത് എല്ലാവർക്കും ഒരു ടെൻഷൻ കാണും. അപ്പൊ ഞാനും ആ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഇതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മേടിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മെയിൻ ഇഷ്ടപ്പെടാനുള്ള കാരണം വേദനയില്ല, അതാണ് ഏറ്റവും വലിയ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ്, അത്ര വലിയ കോസ്റ്റ്ലി അല്ല. നമ്മൾ പാർലറിൽ പോയി ഇപ്പം ഇവിടെ ആണെങ്കിൽ ഒരു 20 ദിറം കൊടുക്കണം അപ്പർ ലിപ്പും ഐബ്രോസും കൂടെ ചെയ്യണമെങ്കിൽ. അപ്പം ആ ഒറ്റ പ്രാവശ്യം പോകാനാണ് 20 ദിറം. ഇത് ഞാൻ മേടിച്ചത് 35 ദിറത്തിനാണ്. നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യാം, എത്ര പ്രാവശ്യം യൂസ് ചെയ്യാം. അപ്പം അത് തന്നെ അപ്പം പൈസ ലാഭം നോക്കുകയാണെങ്കിലും അത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് പോകണ്ട, മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് പറയാം. ഡിസ്അഡ്വാൻറ്റേജ് പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്അഡ്വാൻറ്റേജും ഇപ്പം പറയാനില്ല. ഞാനിപ്പം യൂസ് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് യൂസാണ്. ഫസ്റ്റ് യൂസിൽ എനിക്ക് ഒരു ഡിസ്അഡ്വാൻറ്റേജും ഇപ്പം പറയാനില്ല. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് എപ്പോഴെങ്കിലും ചെയ്യുമ്പം പറയാം. കാരണം ഇപ്പം എനിക്ക് ഫസ്റ്റ് യൂസിൽ ഒരു നെഗറ്റീവ്സും പറയാനില്ല. വളരെ നന്നായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐബ്രോ ട്രിമ്മറാണ് ജീപ്പാസിൻ്റെ ഐബ്രോ ട്രിമ്മർ കേട്ടോ. അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചാൽ ഞാനിതൊന്ന് കാണിച്ചത് കേട്ടോ. എല്ലാവരും പറഞ്ഞിരുന്നു എൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യണം, അതുകൊണ്ട് കാണിച്ചതാണ്. അപ്പം ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, കുറേ പേരിങ്ങനെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നത് എങ്ങനെ. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിഷ സ്പൈസസ് നോക്കുകയാണെങ്കിൽ അതിനകത്താകുമ്പോൾ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഒക്കെ അയക്കാമല്ലോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്ക ദിവസം നോക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ആകുമ്പം. അപ്പം അതിനകത്താകുമ്പം നമുക്ക് സംസാരിക്കാമല്ലോ, ടൈപ്പ് ചെയ്യണ്ടല്ലോ, അതൊരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഇപ്പം ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാറുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വാട്സാപ്പിൽ കുറേ പേര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അധികം റിപ്ലൈ കൊടുക്കുന്നത് കുറവാണ്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിഷ സ്പൈസസ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പം ഒന്ന് നോക്കുക. അപ്പം ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.